ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടമാകുന്ന കുരുന്നുകൾ. ആഹാരമില്ല, വസ്ത്രമില്ല, കയറിക്കിടക്കാൻ ഒരാശ്രയവുമില്ല. ആകെയുള്ളത് ഒരു ഉറപ്പ് മാത്രം: അടുത്ത നിമിഷം മരണം അരികിലെത്താം. പലസ്തീൻ ജനത ലോകം കണ്ട അതിക്രൂരമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇസ്രായേലിന്റെ പൈശാചിക മുഖം ലോകം വീണ്ടും കാണുകയാണ്. കഴിഞ്ഞ മാസമാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിച്ചത്. ഗാസ പിടിക്കാൻ 5 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ക്യാബിനറ്റിലെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തിരുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്. വലിയ പിഴയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് ഇസ്രായേലിലെ UK അംബാസിഡർ അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചു. പക്ഷേ നെതന്യാഹു മനുഷ്യക്കുരുതിക്ക് നേതൃത്വം നൽകുകയാണ്. ഹമാസിനെ നിരായുധരാക്കുക, എല്ലാ ഇസ്രായേലി തടവുകാരെയും തിരികെ എത്തിക്കുക, ഗാസ മുനമ്പിലെ സൈന്യത്തെ പിൻവലിക്കുക, പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, ഹമാസോ പലസ്തീൻ അധികൃതരോ അല്ലാതെ മറ്റൊരു ഭരണ സംവിധാനം സജ്ജമാക്കുക എന്നീ പദ്ധതികളുമായി ചോരക്കൊതി തീരാതെ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സർവ്വസജ്ജമാണ്. എന്നാൽ ഇസ്രായേലിന്റെ പദ്ധതിക്കെതിരെ ഇസ്രായേലി തടവുകാരുടെ കുടുംബങ്ങളടക്കം രംഗത്തെത്തിയെങ്കിലും നെതന്യാഹുവിന്റെ അടുത്ത നടപടി 60,000-ഓളം റിസർവ് സൈനികർക്ക് അറിയിപ്പ് നൽകുക എന്നതായിരുന്നു. കരയാക്രമണം തുടങ്ങുന്നതിന് മുമ്പ് സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള കർശന നിർദ്ദേശമായിരുന്നു അത്. പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗാസ സിറ്റിയിലെ സെയ്ത്തൂൻ, ജബലിയ മേഖലകളിൽ ഇസ്രായേലി സൈന്യം നിലയുറപ്പിച്ചിരുന്നു. ഇനിയും 10,000-ങ്ങൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരും. ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ ഗാസ സിറ്റിയിലെ തെക്കൻ മേഖലയിലുള്ളവരോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. വടക്ക് ഭാഗത്തുള്ളവർ തെക്ക് ഭാഗത്തെ ഗാഡ് യൂണിസിലേക്ക് മാറണമെന്നതായിരുന്നു നിർദ്ദേശം. ഗാസ സിറ്റിയിൽ ഹമാസ് ശക്തമാണെന്ന് ആരോപിച്ച് നഗരം പിടിച്ചെടുക്കാൻ പടനീക്കം ആരംഭിച്ച ഇസ്രായേലിന്റെ വേട്ടയിൽ ഇതിനകം നിരവധി പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗിദയോൺ ചാരിയറ്റ്സ് 2 എന്ന പേരിലാണ് കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത്. ഗാസയുടെ ഭൂപടം തന്നെ ഈ ആക്രമണം മാറ്റിമറിച്ചേക്കാം. ഇസ്രായേൽ നിയന്ത്രണത്തിലാവുന്ന ഗാസയുടെ ഭൂപടം ചുരുങ്ങി തീരത്തെ ഒരു ചെറു തുരുത്താക്കി മാറ്റുമെന്നാണ് IDF ഭീഷണി. ഹമാസ് സാന്നിധ്യത്തിന്റെ പേരിൽ ഗാസയിലെ ഉയരം കൂടിയ കെട്ടിടം ഇസ്രായേലി സേന തകർത്തു. തീർന്നില്ല, ഗാസ സിറ്റിയിലെ റോഡുകളും മറ്റ് കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രായേൽ ടാങ്കുകൾ നരവേട്ട തുടരുകയാണ്. ഗാസ സിറ്റിക്ക് കിഴക്ക് സെയ്ത്തൂൻ, സബ്ര, ഷുജയ്യ എന്നിവിടങ്ങൾ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞു. ഗാസയുടെ 80% ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. 3000-ഓളം ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ ഇനിയും യുദ്ധമുഖത്ത് സൈന്യത്തെ എത്തിക്കാനാണ് ഇസ്രായേൽ നീക്കം. ഗാസ കത്തുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രതികരണം. 2 വർഷമായി ഇസ്രായേൽ പലസ്തീനിൽ നടക്കുന്ന ആക്രമണം കടുപ്പിച്ചിരിക്കുമ്പോൾ മറുവശത്ത് ഹമാസ് തടവിലുള്ള ഇസ്രായേലികളുടെ കുടുംബം നെതന്യാഹുവിന്റെ വീടിനു മുന്നിൽ ടെന്റ് കെട്ടി പ്രതിഷേധിക്കുകയാണ്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് 64,964 പേരോളമാണ്. കരയുദ്ധം ആരംഭിച്ചതോടെ ആ സംഖ്യ ഉയരുകയാണ്. ഗാസയിലെ പലസ്തീനികളോട് ഇസ്രായേൽ നടത്തിയത് വംശഹത്യയാണെന്ന് UN കമ്മീഷൻ ഓഫ് എൻക്വയറിയും വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലി നേതാക്കന്മാരുടെ പ്രസ്താവനകളും ഇസ്രായേലി സേന നടത്തിയ ആക്രമണ രീതികളും വംശഹത്യ തന്നെയാണ് നടന്നതെന്ന് സാധൂകരിക്കുന്നതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ജനത മുഴുവനായി തുടച്ചു നീക്കപ്പെടുക, 90% വീടുകളും നശിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം അങ്ങനെയെല്ലാം നശിച്ചു. ഗാസയിൽ കടുത്ത ക്ഷാമമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ആവർത്തിച്ച് ഈ ക്രൂരതയെ ഇസ്രായേൽ ന്യായീകരിക്കുന്നത് സ്വയം പ്രതിരോധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹമാസിനെയും മറ്റ് പലസ്തീൻ സായുധ സേനകളെയും കീഴടക്കാനും ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കാനുമെന്ന കാരണം മുൻനിർത്തി പ്രതികാരം തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ വരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ഒരിക്കലും തിരികെ വരാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ജനതയെ മുഴുവൻ ആക്രമിച്ച് പുറത്താക്കുന്ന രീതിയാണ് ഇസ്രായേൽ പിന്തുടരുന്നത്. ഗാസ സിറ്റിയിലെ വടക്കൻ പ്രദേശങ്ങളിൽ ബോംബുകൾ വർഷിക്കുമ്പോൾ ഇസ്രായേലി സേന മറ്റ് സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 20 ഹൗസിംഗ് യൂണിറ്റുകൾ തകർക്കാൻ ശേഷിയുള്ള 15ഓളം ആയുധങ്ങളാണ് ഈ മാസം ആദ്യം ഇസ്രായേൽ ഗാസയിൽ സ്ഥാപിച്ചത്. അതിനിടയിൽ നിലവിൽ ആരംഭിച്ച കരയുദ്ധം പൂർത്തിയാവാൻ കുറച്ച് മാസങ്ങളെടുക്കുമെന്നാണ് ഇസ്രായേലി സേനയുടെ വിലയിരുത്തൽ. തങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ പോരാടുമെന്നാണ് അവരുടെ നിലപാട്. അതിന്റെ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് BG ഇഫി ഡെഫ്രിൻ പറയുന്നു.
ഗാസ സിറ്റിയെ സുരക്ഷിതമാക്കാൻ നിരവധി മാസങ്ങൾ പിടിക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വീണ്ടും സജ്ജമാക്കാൻ അധിക മാസങ്ങൾ വേണ്ടിവരുമെന്നുമാണ് എല്ലാം തകർത്തെറിഞ്ഞിട്ടും ഡെഫ്രൻ ന്യായീകരിക്കുന്നത്. ഹമാസിന്റെ അധികാരത്തിന്റെ അടയാളമായ ഗാസ സിറ്റി തകർത്തെറിയുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഹമാസ് ഗാസയിൽ തുടർന്നാൽ അവർ വലിയ വില നൽകേണ്ടി വരും, ഗാസയെ നശിപ്പിച്ചിരിക്കുമെന്നാണ് യുദ്ധവെറിയിൽ കാറ്റ്സ് വിളിച്ചു പറയുന്നത്. അപ്പോഴും ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പട്ടിണിയും രോഗവും മൂലം മരിച്ചു വീഴുകയാണ്. ഹമാസിന്റെ പേരിൽ ഒരു വംശം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. ഈ വംശഹത്യക്ക് ഇന്നല്ലെങ്കിൽ നാളെ നെതന്യാഹു ഉത്തരം നൽകേണ്ടി വരും.